അന്ന റജുലൻ അസാബ മിൻ ഇംറഅത്തിൻ ഖുബല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവം ഉദ്ധരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ആത്മാവിനെ അശുദ്ധമാക്കുന്നത് നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകളാണ്. എന്തൊക്കെ തെറ്റ് നമ്മൾ ചെയ്യണ്ടോ അതൊക്കെ ആത്മാവിനെ മോശമായി ബാധിച്ചുകൊണ്ടേയിരിക്കണം. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഒരാൾ ഒരു തെറ്റു ചെയ്താൽ അയാളുടെ ഖൽബിൽ ഒരു കറുത്ത പുള്ളി വീഴുന്നതാണ്. ഒരാളൊരു തെറ്റു ചെയ്താൽ അയാളുടെ ഖൽബിൽ ഒരു കറുത്ത പുള്ളി വീഴുന്നതാണ്. രണ്ടാമതൊരു തെറ്റ് ചെയ്താൽ പിന്നെയും വീഴും, മൂന്നാമത് ചെയ്താൽ പിന്നെയും വീണോണ്ടേയിരിക്കുന്നു. അങ്ങനെ ഖൽബ് കറുത്തു പോകുന്നു. ഖൽബ് കറക്കുന്ന ഖൽബാണ് ആത്മാവിന്റെ പ്രഭവ കേന്ദ്രം. അപ്പൊ ആ തെറ്റ് മുഴുവനും ആത്മാവിനെ ബാധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോ ആ തെറ്റ് ആത്മാവിനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കാരണം ആത്മാവ് ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആത്മാവിനെ അപകടം പടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ശരീരത്തിന് വിരുദ്ധമാകുമ്പോൾ അതിനെ ആരോഗ്യപരമായി തളർത്തുന്ന പോലെ. അപ്പോ ശരീരത്തിന് രോഗം വന്നാൽ നമ്മൾ ചികിത്സിച്ച് സുഖപ്പെടുത്തും. എന്നാൽ ആത്മാവിന് ഇതേപോലെയുള്ള ശോഷണങ്ങൾ സംഭവിച്ചു പോയാൽ, ആത്മാവ് അശുദ്ധമായി പോയാൽ അതിനെ സംസ്കരിക്കാനുള്ള വഴി അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതിൽ ഒന്ന് ഞാൻ പറഞ്ഞു, വിശ്വാസം. രണ്ട്, നിസ്കാരം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് ഈ സംഭവം ഉദ്ധരിക്കുന്നത്. ഇമാം ബുഖാരിയും മുസ്ലിമും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന റജുലൻ അസാബ മിൻ ഇംറഅത്തിൻ ഖുബല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നബിയുടെ സ്വഹാബികളിൽപ്പെട്ട ഒരാൾ ഒരു സ്ത്രീയെ ചുംബിച്ചു പോയി. തെറ്റാണ്, ഹറാമാണ്. അപ്പൊ അത് ആത്മാവിനെ ബാധിക്കാം, ആത്മാവിനെ അശുദ്ധമാക്കും. തെറ്റുകൾ മുഴുവൻ ആത്മാവിനെ അശുദ്ധാക്കും. ഇദ്ദേഹം അങ്ങനെ ചെയ്തപ്പോ അയാൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് ഈ സംഭവം പറഞ്ഞു. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, ബുഖാരി ഇമാമും തന്നെ വ്യത്യസ്ത റിവായത്തുകളിലായി ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം ചെന്നുകൊണ്ട് പറഞ്ഞു, അസബ്തു ഹബ്ദൻ ഫഅഖിംഹു അലയ്യ. ഹബീബായ നബി, ഞാനൊരു തെറ്റു ചെയ്തു പോയിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ ആത്മാവ് അശുദ്ധമായിരിക്കുകയാണ്. ഫഅഖിംഹു അലയ്യ. അതിൽ നിന്ന് ശുദ്ധീകരിക്കാൻ, എന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ ആവശ്യമായ ഹദ്ദ് എന്താണോ, നിയമം എന്താണോ, ശിക്ഷാ നടപടി എന്താണോ, അതിന്റെ മേൽ നടപ്പിൽ വരുത്തണം യാ റസൂലല്ലാഹ് എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ആ സ്വഹാബി വന്ന് പറഞ്ഞു. നമ്മൾ കാലിന് സാധാരണ എന്തെങ്കിലും ഇരുമ്പ് തട്ടിയാൽ ഡോക്ടറുടെ അടുത്ത് ഹോസ്പിറ്റലിൽ പോയിട്ട് പറയില്ലേ, ഇരുമ്പ് തട്ടിയിരുന്ന ഒരു പോയിസന്റെ ഇഞ്ചക്ഷൻ വെച്ച് തരണം. ശരീരത്തിനെ പോയിസൺ ബാധിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ഇത് അല്ലാഹുവിന്റെ ഹബീബേ, ഞാനൊരു തെറ്റ് ചെയ്തു പോയി, എന്റെ ആത്മാവിനെ അത് ബാധിച്ചിരിക്കുന്ന നബിയേ, അതുകൊണ്ട് അതിൽ നിന്ന് എനിക്ക് ശുദ്ധി വരുത്താൻ ആവശ്യമായ, എന്റെ ആത്മാവിനെ പ്യൂരിഫൈ ചെയ്യാൻ ആവശ്യമായ നിയമ നടപടി എന്താണോ അത് സ്വീകരിക്കണം യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് ഒന്നും പറഞ്ഞില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് ബാങ്ക് കൊടുത്തത്, നിസ്കാരത്തിന്റെ സമയമായി. സ്വഹാബികളെല്ലാം പങ്കെടുത്തു. മദീന പള്ളിയിൽ ജമാഅത്തായി നിസ്കാരം നടക്കുകയാണ്. ഈ തെറ്റ് ചെയ്ത സ്വഹാബിയും ആ നിസ്കാരത്തിൽ പങ്കെടുക്കുകയാണ്. അയാളും റസൂലുള്ളാഹിന്റെ കൂടെ നിസ്കാരത്തിൽ പങ്കെടുക്കുകയാണ്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞപ്പോ അയാൾ പിന്നെയും റസൂലുള്ളാഹിനോട് എഴുന്നേറ്റ് നിന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞു. അയാൾ മനസ്സിലാക്കിയ റസൂലുള്ളാഹി മറന്നു എന്നീ അസബത്തു ഹദ്ദാ യാ റസൂലുള്ളാഹ്, ഞാൻ അങ്ങയോട് നേരത്തെ പറഞ്ഞല്ലോ ഞാനൊരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് എന്ന്. ഫഅഖിം അലയ്യ കിതാബല്ലാഹ്, അതിൽ നിന്ന് ഞാൻ ശുദ്ധിയാവാൻ, എന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ ആവശ്യമായ നിയമ നടപടി എന്താണോ, അല്ലാഹുവിന്റെ വിധി എന്താണോ ആ വിഷയത്തിൽ അതെന്റെ മേൽ നടപ്പിൽ വരുത്തണം എന്നയാൾ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, ഹളർത മഅനാ അസ്വലാ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഈ നിസ്കാരത്തിൽ പങ്കെടുത്തിരുന്നോ?
ഖാല അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതേ നബി, ഇതിന് മുമ്പ് തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം ആയത്തുമായി റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് പുണ്യ നബിയെ അല്ലാഹു തആല അറിയിച്ചു കൊടുത്ത കാര്യം പുണ്യ നബിക്ക് അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫഅൻസല, റിപ്പോർട്ടിൽ അങ്ങനെയാണ്, ഇയാൾ ഇതങ്ങനെ പറഞ്ഞിട്ട് അള്ളാഹിന്റെ ഹബീബിന്റെ അടുത്ത് നിയമ നടപടിക്കായി കാത്തിരിക്കുമ്പോഴാണ് ഫഅൻസല ആയത്തിറങ്ങുന്നത്. വാഖിമിസ്സലാത്ത തറഫൈൻ നഹാർ വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബുനസ് സയ്യിആത് വാഖിമിസ്സലാത്ത തറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ. രാത്രിയിലും പകലിലുമായി 5 നേരത്തെ നിസ്കാരം അല്ലാഹു നിർബന്ധമാക്കിയല്ലോ, ആ നിസ്കാരം നിങ്ങൾ നിലനിർത്തുക. എന്നാൽ ഇന്നൽ ഹസനാതി യുദ്ഹിബുനസ് സയ്യിആത്, ഈ നിസ്കാരങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ, ആത്മാവിനെ മോശമായി ബാധിക്കുന്ന തിന്മകളെ ഇല്ലായ്മ ചെയ്യാൻ സഹായിക്കും എന്ന് പറഞ്ഞാൽ ആത്മാവിനെ ശുദ്ധീകരിക്കും. ചെയ്തു പോയ തെറ്റു കാരണം അശുദ്ധമായ ആത്മാവിനെ നിസ്കാരങ്ങൾ ശുദ്ധീകരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ ഹബീബ് ആ സ്വഹാബിക്ക് ആയത്ത് ഓതി കൊടുത്തിട്ട് പറഞ്ഞു, ഖദ് ഗുഫിറ ലക്, നിങ്ങൾ ചെയ്തു പോയ പാപം അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തന്നിട്ടുണ്ട് എന്ന്. അപ്പൊ നിസ്കാരം സംസ്കരണത്തിന് സഹായിക്കും. നിസ്കാരം ഒരാളുടെ ആത്മാവിനെ ബാധിച്ചു പോയിരിക്കുന്ന അശുദ്ധിയിൽ നിന്ന് ആത്മാവിനെ ശുദ്ധീകരിക്കാനും സംസ്കരിക്കാനും സഹായിക്കും. നിസ്കാരം സഹായിക്കും. 5 നേരത്തെ നിസ്കാരം സഹായിക്കും. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്, രേഖപ്പെടുത്തിയ ഹദീസാണ്. സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. അന്നഹു ഖാല, മഹാനവർകൾ പറഞ്ഞു, സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാല സമയത്തു റസൂലുള്ളാഹ് പറയുന്നത് ഞാൻ കേട്ടു എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു യഖൂൽ മാ മിൻ ഇംറിഇൻ മുസ്ലിമിൻ, മുസ്ലിമായ ഒരു മനുഷ്യൻ തഹ്ലുറുഹു സ്വലാത്തുൻ മക്തൂബ. അപ്പൊ മുസ്ലിം അല്ലാത്ത മനുഷ്യൻ നിസ്കരിച്ചാലോ ഒരു കാര്യമില്ല, നമ്മൾ പറഞ്ഞല്ലോ. അവിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ആത്മാവിനെ പറ്റേ മലിനപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ആത്മാവ് നിസ്കരിച്ചുകൊണ്ട് ശുദ്ധിയാവില്ല, അതിൽ നിന്ന് ശുദ്ധിപ്പെടുത്തണം. ഏതുപോലെ ഞാനൊരു ഉദാഹരണത്തിന് മനസ്സിലാവാൻ, പന്നിയൊക്കെ ഒരാളെ തൊട്ടാൽ സാധാരണ കഴുകിയ ശുദ്ധിയാവില്ല, അത് 7 വട്ടം കഴുകണം. അതിൽ 1 വട്ടം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാണ് പ്രത്യേക രീതി. അതേപോലെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ശിർക്ക് ആത്മാവിനെ തന്നെ മലിനപ്പെടുത്തി കിടക്കുകയാണ്. അതുകൊണ്ട് പിന്നെ ശിർക്കുള്ള ആള് നിസ്കരിച്ചാൽ അതുകൊണ്ട് ആത്മാവ് ശുദ്ധമാവില്ല. വലിയ നജസ് ആദ്യം ശുദ്ധിയാക്കണം ആത്മാവിനെ. പിന്നീട് ആത്മാവിനെ സംഭവിച്ചു പോകുന്ന ചെറിയ ചെറിയ പരിക്കുകളെല്ലാം നിസ്കാരം കൊണ്ട് പരിഹരിക്കാൻ കഴിയുമെന്ന് പുണ്യ നബി പറയാൻ, ഏതൊരു മുസ്ലിമായ മനുഷ്യനാണോ അയാൾക്ക് നിർബന്ധമായ നിസ്കാരം സന്നിഹിതമാവുകയാണ്. ഇപ്പൊ ളുഹറിന്റെ സമയം, ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ അസറാവും. അപ്പൊ അസറിന്റെ സമയം, അങ്ങനെ നിർബന്ധമായ നിസ്കാരത്തിന്റെ സമയം ഒരാൾക്ക് ആസന്നമായി. എന്നിട്ടോ ഫയുഹ്സിനു വുളൂഅഹ, അയാൾ പൂർണ്ണമായ രീതിയിൽ അയാൾ വുളൂ ചെയ്തു. ഇങ്ങനെങ്കിലും അല്ല, നല്ല മട്ടത്തിൽ വുളൂ ചെയ്തു, അതിന്റെ പൂർണ്ണത പാലിച്ചുകൊണ്ട്. നിസ്കാരം നല്ല ഖുശൂഅോട് കൂടെ അതിന്റെ റുകൂഉം സുജൂദുകളും ഒക്കെ കൃത്യമായി ഇമാം തബറാനി ഉദ്ധരിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തഹ്തരികൂന തഹ്തരികൂൻ, ഇഹ്തറകന കരിഞ്ഞൂന, നിങ്ങൾ കരിഞ്ഞുകൊണ്ടിരിക്കാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആത്മാവ് കരിഞ്ഞുകൊണ്ടിരിക്കുന്നു. കരിയാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ ചെടി ഇതൊക്കെ വെയിൽ കൊണ്ടിട്ട് കരിഞ്ഞു നമ്മൾ പറയില്ല, ഇത് കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ ആത്മാവ് കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നമ്മൾ ചെയ്യുന്ന ദോഷം കാരണം അതിങ്ങനെ ദുർബലമായി നശിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സുബഹി നമസ്കരിച്ചാൽ നിങ്ങൾ അതിനെ കഴുകി, ആത്മാവിനെ ബാധിച്ചിരിക്കുന്ന കരിയെ നിങ്ങൾ കഴുകി വൃത്തിയാക്കി. പിന്നെയും നിങ്ങൾ സുബഹിസ്കാരം കഴിഞ്ഞ് പിന്നെ ളുഹറിന്റെ അടുക്ക് നമ്മൾ പിന്നെ ഒരുപാട് തെറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ നോട്ടം, നമ്മുടെ ചിന്ത, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, അതിലൊക്കെ ആയിട്ട് ഒരുപാട് തെറ്റ് പിന്നെയും വരുന്നുണ്ട്. അപ്പോഴും അത് ആത്മാവിനെ കരിച്ചുകൊണ്ടിരിക്കുകയാ. അങ്ങനെ നിങ്ങൾ ളുഹർ നിസ്കരിച്ചാൽ ആത്മാവിനെ ബാധിച്ചിരിക്കുന്ന കരിയെ നിങ്ങൾ ളുഹർ മുഖേന കഴുകിക്കളഞ്ഞു.
അപ്പൊ ആത്മാവ് പിന്നെ ശുദ്ധിയായി. ളുഹ്ർ നിസ്കാരം കഴിഞ്ഞ അസറിന്റെ ഇടക്കായി പിന്നെയും നിങ്ങൾ ആത്മാവിനെ കരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുമ്പോൾ അത് ആത്മാവിനെ അതിന്റെ മോശം ബാധിക്കുകയാണ്. ഫഇദാ സ്വല്ലൈതുമുൽ അസ്റ, അങ്ങനെ നിങ്ങൾ അസർ നമസ്കരിച്ചാൽ ഗസലഹ, ആത്മാവിനെ ബാധിച്ചിരിക്കുന്ന കരിയെ നിങ്ങൾ കഴുകിക്കളഞ്ഞു, പിന്നെ ശുദ്ധിയായി. പിന്നെയും നിങ്ങൾ കരിഞ്ഞുകൊണ്ടിരിക്കുകയാ. അങ്ങനെ മഗ്രിബ് നിസ്കരിച്ചാൽ അസറിന്റെയും മഗ്രിബിന്റെയും ഇടക്ക് വന്നു പോയ തെറ്റുകൾ കാരണം ആത്മാവിനെ ബാധിച്ചിരിക്കുന്ന അശുദ്ധിയെ മഗ്രിബ് നമസ്കാരം കഴുകിക്കളയാൻ സഹായിക്കും. അതേപോലെ ഇശാ നിസ്കരിച്ചാൽ ഫഇദാ സ്വല്ലൈതുമുൽ ഇശാ ഗസലത്ഹാ, നിങ്ങൾ നിസ്കരിച്ചാൽ നമസ്കാരം ആത്മാവിനെ ബാധിച്ചിരിക്കുന്ന അശുദ്ധിയെ നീക്കിക്കളയാനും കഴുകിക്കളയാനും സഹായിക്കും. അങ്ങനെ ഇശ നിസ്കരിച്ചിട്ട് ഒരാൾ നേരെ കടന്നുറങ്ങാൻ പോയാൽ, അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് ഇശ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ വേഗം ഉറങ്ങണം. നല്ല കാര്യം എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക, അങ്ങനെ ദീനി വിജ്ഞാനപരമായ ചർച്ചയൊക്കെ ഇരിക്കാന്നല്ലാതെ വേഗം ഉറങ്ങണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. എന്താ കാരണം? ഇശ നിസ്കരിക്കുന്നതോടുകൂടെ ആത്മാവിനെ അന്നത്തെ ദിവസം ബാധിച്ച എല്ലാ മ്ലേച്ഛതയും നീക്കിപ്പളഞ്ഞു. ഇനി വേഗം ഉറങ്ങിയാൽ ആ ഉറക്കത്തിൽ അയാൾ മരിച്ചാൽ അപ്പോൾ അല്ലാഹു തആല സ്വീകരിക്കുന്ന നല്ല ആത്മാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന സ്വർഗത്തിലേക്ക് അല്ലാഹു വരെ തിരിച്ചു കൊണ്ടുപോകും. ആ ഉറക്കത്തിൽ അയാൾ മരിച്ചാൽ അയാൾ സ്വർഗത്തിലാന്ന് പറയാൻ കാരണം. അപ്പൊ നിസ്കാരം ആത്മാവിനെ ബാധിച്ചിരിക്കുന്ന അശുദ്ധിയെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. സംസ്കരണത്തിന്റെ ഒരു മാർഗമാണ് നിസ്കാരം എന്ന് വിശദമായി നമ്മൾ പറഞ്ഞില്ല, സൂചിപ്പിച്ചു പോകണം. അതേപോലെ വുളൂ, നിസ്കാരത്തിന് മുമ്പുള്ള വുളൂ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയും, വുളൂവിന് ഇപ്പൊ വലിയ പ്രസക്തി ഉണ്ടെന്ന് ലോകം മനസ്സിലാക്കിയ ഒരു കാലാപ്പ്. അള്ളാന്റെ ഹബീബ് പറഞ്ഞപ്പോ തിരിഞ്ഞിട്ടില്ലേന്ന് അവർക്ക്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ ലോകത്ത് പല ബുദ്ധിരാക്ഷസന്മാർ എന്നവകാശപ്പെട്ടവർക്ക് അത് മനസ്സിലായില്ല. നന്ന് ലോകത്തിന് വുളൂവിന് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കാനാ എല്ലാ ടൗണിലും സ്ഥലത്തും ടാപ്പും സോപ്പും ഒക്കെ വെച്ചിട്ട് കൈ കഴുകണം, മുഖം കഴുകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാല. എയർപോർട്ടുകളിൽ വരെ അത് പ്രദർശിപ്പിച്ചിരിക്കുന്ന കാല. കൈ കഴുകുക. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാൻ, മൻ തവല്ല, ഒരാൾ വുളൂ ചെയ്താൽ ഫഅഹ്സനൽ വുളൂഅ, എന്നിട്ട് അയാൾ വുളൂഇനെ നന്നാക്കി. അഹ്സനൽ വുളൂ എന്ന ഹദീസിൽ വന്ന അതിന്റെ അർത്ഥം പൂർണ്ണ അർത്ഥത്തിലുള്ള വുളൂ ഒരാൾ ചെയ്താൽ ഖറജത് ഖതായാഉ മിൻ ജസദി, അയാളുടെ അവയവങ്ങൾ കൊണ്ട് ചെയ്തു പോയ ദോഷങ്ങൾ അയാളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകും. ഖറജത് ഖതായാഉ മിൻ ജസദി ഹത്താ തഖ്റുജ മിൻ തഹ്തി അൾഫാരിഹി, അയാളുടെ നഖത്തിന്റെ ചുവട്ടിൽ കൂടെ പോലും ദോഷങ്ങൾ പുറത്തേക്ക് ഒഴുകി പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ആത്മാവ് തന്നെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും കുടികൊണ്ടിരിക്കുകയാണ്, എല്ലാ ഭാഗത്തും ഉണ്ടാകും. അതുകൊണ്ട് മരിക്കണ സമയത്ത് ശരീരത്തിന്റെ കാലിന്റെ തള്ളവിരൽ മുതൽ ആത്മാവിനെ പിടിച്ചെടുക്കാൻ തുടങ്ങിയ ശരീരത്തിന്റെ എല്ലാ കോശങ്ങളിൽ നിന്നും ആത്മാവിനെ പിടിച്ചെടുത്തിട്ടാണ് അസ്രായീൽ അലൈഹിസ്സലാമും സംഘവും ആത്മാവായിട്ട് പോണത്. ആത്മാവ് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. അപ്പോൾ നമ്മൾ കൈകൊണ്ട് തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് കൈ നമ്മുടെ ആത്മാവിനെ ബാധിക്കേണ്ട. അത് ആത്മാവിന്റെ പ്രഭവ കേന്ദ്രം ഖൽബാണ്. കൈയിന്റെ ഭാഗത്ത് ആത്മാവുണ്ട്, ആത്മാവിനെ ബാധിക്കുന്നുണ്ട് അല്ലേ? നമ്മളിപ്പോ ശരീരത്തിലേക്ക് എന്തെങ്കിലും ഒരു പറ്റാത്ത ഭക്ഷണം കഴിക്കുന്നത് വായിലൂടെയാണ്, എത്തുന്നത് വയറിലാണ്. പക്ഷെ അതിന്റെ ചില ദുഷ്ഫലങ്ങൾ ചിലപ്പോൾ ഉണ്ടാവുക. തലയിൽ വലിയ മുഴയായി, അല്ലെങ്കിൽ കാലിൽ വലിയ വ്രണമായി, ഇങ്ങനൊക്കെ വരാറുണ്ടല്ലോ. അതേപോലെ കൈകൊണ്ട് ചെയ്യുന്ന ദോഷം നമ്മുടെ ആത്മാവിനെ ബാധിക്കുന്നുണ്ട്. കണ്ണുകൊണ്ട് നോക്കുന്ന ദോഷങ്ങൾ ആത്മാവിനെ ബാധിക്കുന്നുണ്ട്. അതേപോലെ വായ കൊണ്ട് നാവ് കൊണ്ട് ചെയ്യുന്ന ദോഷങ്ങൾ ആത്മാവിനെ ബാധിക്കുന്നുണ്ട്. പുണ്യനബിയുടെ ഹദീസുണ്ട്, ഒരാൾ വുളൂ ചെയ്താൽ അയാൾ മുഖം കഴുകുമ്പോൾ അയാളുടെ മുഖം കൊണ്ട് ചെയ്തു പോയ ദോഷങ്ങളെല്ലാം ആ വെള്ളത്തോടുകൂടെ ഒലിച്ചു പോകുന്നതാ. അപ്പൊ ശരീരം മാത്രല്ല ശുദ്ധിയാണ്, ആത്മാവ് ശുദ്ധിയാണ്. ഇപ്പൊ ലോകം പറഞ്ഞത് കയ്യേകാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ കൊറോണ എന്ന് പറഞ്ഞ രോഗാണുവിൽ നിന്ന് COVID-19 അതിന്റെ രോഗാണുവിൽ നിന്ന് രക്ഷപ്പെടാനാ കയ്യേകണം എന്ന് പറഞ്ഞു. ഓല് പറഞ്ഞ് സോപ്പിട്ട് കഴുകുമ്പോൾ സാനിറ്റൈസ് ഉപയോഗിച്ചിട്ട് കൈ കഴുകുന്ന സമയത്ത് ആ രോഗാണുക്കൾ മുഴുവൻ ചത്തുപോകുന്നുണ്ടെന്ന്. എന്നാ അള്ളാന്റെ ഹബീബ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, കൊറോണ ബാധിച്ച ആൾക്ക് പോലും രോഗാണുവിനെ കാണുന്നില്ല.
എല്ലാവരോടും പറഞ്ഞ കയ്യേകാന അത് ബാധിക്കാതിരിക്കാൻ പറഞ്ഞ ഈ സാനിറ്റൈസർ അതേപോലെ സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകുന്ന സമയത്ത് രോഗാണുക്കൾക്ക് നാശം സംഭവിക്കുന്നുണ്ട്. ഇത് പോലും കണ്ടെത്തി പറഞ്ഞ ഈ പുണ്യനബി ഒരു കാര്യവും സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിച്ചിട്ടില്ല. അള്ളാഹു നൽകുന്ന വഴി അനുസരിച്ചല്ലാതെ. ആത്മാവും ശരീരവും സൃഷ്ടിച്ച റബ്ബിനാണ് ആത്മാവിന്റെ അശുദ്ധി എങ്ങനെ നീക്കാൻ കഴിയുമെന്ന് പറയാൻ പറ്റുക. ആത്മാവിന്റെ ഭാഗത്തേക്ക് കടക്കാൻ ലോകത്ത് ഒരാൾക്കും കഴിഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. ശരീരത്തെ ചികിത്സിക്കാനുള്ള ഒരു അവസ്ഥ ലോകത്ത് മനുഷ്യന്മാർക്ക് ഉണ്ടായത് അല്ലാഹു തആല അതിന് ചില കാര്യങ്ങളൊക്കെ അവർക്ക് അറിയിച്ചു കൊടുത്തത് കൊണ്ടാണ്. കാരണം ശരീരം ഇവിടെ ആത്മാവ് നിൽക്കാനുള്ള ഒരു കൂടാണ്. ആത്മാവിനെ ചികിത്സിക്കുന്നവർ ഡോക്ടർമാരല്ല, പ്രവാചകന്മാരാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പുണ്യനബി പറയാൻ, ഒരാൾ മുഖം കഴുകുമ്പോൾ കണ്ണുകൊണ്ട് മുഖം കൊണ്ട് ചെയ്തു പോയ കണ്ണുകൊണ്ട് നാവ് കൊണ്ട് ചെയ്തു പോയ ദോഷങ്ങളൊക്കെ ആ വെള്ളത്തോടുകൂടെ ഒലിച്ചിറങ്ങി പോകുന്നതാണ്. അതേപോലെ ഒരാൾ കൈ കഴുകിയാൽ കൈ കൊണ്ട് ചെയ്തു പോയ ദോഷങ്ങളൊക്കെ ആ വെള്ളത്തോടൊപ്പം ഒലിച്ചിറങ്ങി പോകുന്നതാ. കാല് കഴുകുമ്പോൾ കാലിലൂടെ ഒലിച്ചിറങ്ങി പോകുന്നത് എന്ന് പറഞ്ഞാൽ ഉദു ചെയ്യുന്നതോടുകൂടെ ഒരാളുടെ ആത്മാവിനേറ്റ ക്ഷതങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ സക്കാത്തിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതക്കിറുഹും. ഹബീബായ നബിയെ, ആളുകളുടെ സ്വത്തിൽ നിന്ന് നിങ്ങൾ സക്കാത്ത് വാങ്ങുക. സദഖതൻ തുതക്കിറുഹും, അവരെ ശുദ്ധീകരിക്കുന്ന സക്കാത്ത് എന്ന് പറഞ്ഞു. ശുദ്ധീകരിക്കുന്ന സക്കാത്ത് ആരെ? തുതക്കിറുഹും, ആളുകളെ ശുദ്ധീകരിക്കുന്ന സക്കാത്ത്. സക്കാത്ത് എങ്ങനെ ആളെ ശുദ്ധീകരിക്കുന്നത്? അങ്ങനെ തന്നെ. ഹറാമായ ഭക്ഷണം നമ്മൾ കഴിച്ചാൽ നമ്മുടെ ആത്മാവിനെ അത് ബാധിക്കുന്നുണ്ട്. ഹറാമ ഭക്ഷണം കഴിച്ചാൽ ആത്മാവിനെ ബാധിക്കും, ശരീരത്തെയും ബാധിക്കും ചിലപ്പോൾ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, പലിശയിൽ നിന്നൊരാൾ, പലിശ ഒരാളുടെ ഉപജീവന മാർഗമായാൽ മാരകമായ രോഗങ്ങൾ അതിന്റെ ദുരന്തമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹ്. പലിശ പ്രോത്സാഹിപ്പിക്കുകയും പലിശയുടെ രാജതമ്പുരാക്കന്മാരായിരിക്കുകയും ചെയ്യുന്ന ലോകരാഷ്ട്രങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ഈ മഹാമാരി പിടിപെട്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ഒരുപാട് പഠിക്കേണ്ട പാഠങ്ങളുണ്ട് ഇതിൽ. കൊറോണയുടെ മരുന്നുണ്ട് എന്ന് കണ്ടെത്തുന്നതോടുകൂടെ തന്നെ അതിന്റെ കാരണങ്ങൾ എന്ത് എന്ന് കണ്ടെത്തലേറ്റ പ്രസക്തമാണ്. അപ്പോ ചില രോഗങ്ങൾ ശരീരത്തെ ബാധിക്കുന്നതോടുകൂടെ തന്നെ ആത്മാവിനെയും ബാധിക്കും. അപ്പോ സ്വത്ത്, നമ്മൾ ഹറാമായ ഭക്ഷണം കഴിച്ച ആ ഹറാമായ ശരീരത്തിൽ, ആ ഹറാമായ ഭക്ഷണത്തിൽ നിന്ന് ശരീരം ഉണ്ടാവുക, ആ ശരീരത്തിൽ ആത്മാവ് ഉണ്ടാവുക. അപ്പൊ ആത്മാവിനെ ഇത് ബാധിക്കും. അങ്ങനെയുള്ള വീടിന് തീ കൊടുത്താൽ വീടിനകത്തുള്ളവരും മരിച്ചു. വീട് മാത്രമല്ല കത്ത്, വീടിനകത്തുള്ള ആളും കരിഞ്ഞു. അതേപോലെ ശരീരം നമ്മളെ ഹറാമായ സമ്പാദ്യം കൊണ്ടാണ് ഉണ്ടായതെങ്കിൽ ശരീരത്തിനകത്തുള്ള ആത്മാവിനെ ഇത് ബാധിക്കും. അറിഞ്ഞുകൊണ്ടല്ലാതെ അബദ്ധത്തിൽ വന്നു പോകുന്ന, സമ്പത്തിൽ വന്നു പോകുന്ന ചില തെറ്റുകൾ, അതേപോലെ അശുദ്ധതകൾ, അശുദ്ധമായ ഭാഗങ്ങൾ സകാത്ത് കൊണ്ട് പരിഹരിക്കാൻ കഴിയും. അറിഞ്ഞു ചെയ്ത തെറ്റല്ല, അറിയാതെ ഈ ക്രയവിക്രയങ്ങളൊക്കെ വന്നു പോകുന്ന ചില തകരാറ് കൊണ്ട് വരുന്ന സമ്പത്തിലെ അശുദ്ധമായ ഭാഗങ്ങൾ സകാത്ത് കൊണ്ട് നീങ്ങി പോകുന്ന. അതുകൊണ്ടല്ലേ സകാത്ത് ജനങ്ങളുടെ ചേറാണത്. അതുകൊണ്ടല്ലേ ലാ തുഹില്ലു ലി മുഹമ്മദിൻ വലാ ലി ആലി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കോ റസൂലുള്ളാഹിന്റെ കുടുംബത്തിനോ സകാത്ത് ഹലാലല്ല എന്ന് പറഞ്ഞത്. അപ്പൊ സകാത്ത് സ്വത്തിനെ ശുദ്ധീകരിക്കുന്നു. സ്വത്ത് ശുദ്ധി, ഒരാൾ സകാത്ത് കൊടുത്തു കഴിഞ്ഞാൽ അറിയാതെ കയ്യിൽ വന്നുപോയ അശുദ്ധത നീങ്ങും. അപ്പൊ ആ സകാത്ത് ശുദ്ധിയാവും. അപ്പൊ അത് മുഖേന നമ്മൾ അത് ആ സമ്പാദ്യത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ശുദ്ധമായ ഭക്ഷണമാവും. അപ്പൊ ആ ശരീരത്തിൽ ഉണ്ടാകുന്ന ആത്മാവും ശുദ്ധമാവും. അപ്പൊ ശരീരത്തിൽ അന്തർലീയമായി കിടക്കുന്ന ആത്മാവെന്ന നമ്മുടെ ഏറ്റവും പ്രധാനമായ ഭാഗത്തിന് പരിക്കു പറ്റാതെയാവും. അപ്പൊ സകാത്ത് ശരീരത്തെ ശുദ്ധീകരിക്കുന്നു, ശരീരത്തെ അല്ല ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു എന്ന് അതിനുള്ള മാർഗ്ഗ സകാത്ത്. അതേപോലെ ഹജ്ജ്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ ഹജ്ജ വലം യർഫുസ് വലം യഫ്സുഖ് ഖറജ മിൻ ദുനൂബിഹി കയൗമി വലദതു ഉമ്മുഹു. ഒരാൾ റഫസും ഫിസ്കും ഇല്ലാത്ത ഹജ്ജ് ചെയ്താൽ എന്ന് പറഞ്ഞ ഒറ്റവാക്കി പറഞ്ഞ സ്വീകാര്യ യോഗ്യതക്കുള്ള എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് ഒരാൾ ഹജ്ജ് ചെയ്താൽ ആ ഹജ്ജ് ഖറജ മിൻ ദുനൂബിഹി കയൗമി വലദതു ഉമ്മു, ഉമ്മ പ്രസവിച്ച ദിവസം പോലെ നിഷ്കളങ്കനായി മാറാൻ അയാളെ സഹായിക്കുന്നു.
ആ ദിവസം അയാളുടെ ആത്മാവ് എങ്ങനെ ശുദ്ധമായിരുന്നോ അതേപോലെ ശുദ്ധമായി മാറുമെന്ന് പറഞ്ഞാൽ ഹജ്ജും ആത്മാവിനെ സംസ്കരിക്കാൻ, ആത്മാവിനേറ്റിരിക്കുന്ന ക്ഷതങ്ങളിൽ നിന്ന് ആത്മാവിനെ സംസ്കരിക്കാൻ സഹായിക്കുന്നുവെന്ന്. അതേപോലെ മറ്റൊന്നാണ് ആത്മാവിനെ സംസ്കരിക്കാൻ സഹായിക്കുന്ന മറ്റൊന്നാണ് ദിക്റുകൾ. നിസ്കാരത്തെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നിസ്കാരം സംസ്കരിക്കാൻ സഹായിക്കും ആത്മാവിനെ. നിസ്കാരത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്നെ ഓർക്കാൻ എനിക്ക് ദിക്റിനായി നിസ്കാരത്തെ നിലനിർത്തണം എന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പൊ നിസ്കാരത്തിന്റെ പ്രധാന അന്തസത്ത ദിക്റാ. അതുകൊണ്ടാണ് നിസ്കാരത്തിന്റെ എല്ലാ അടക്കങ്ങളും ദിക്റുള്ള നടക്കണം. അപ്പൊ ആ ദിക്ർ, ഇപ്പൊ നിസ്കാരം സംസ്കരണത്തെ സഹായിക്കുമെങ്കിൽ ദിക്റും സംസ്കരണത്തെ സഹായിക്കും. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് ഉദ്കുറുല്ലാഹ ദിക്റൻ കതീറാ, ധാരാളം നിങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണേ എന്ന്. അത് ആത്മാവിനെ സംസ്കരിക്കുകയും ആത്മാവിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യും. ആത്മാവിന്റെ ഏറ്റവും നല്ല വിറ്റാമിനുള്ള ഭക്ഷണമാണ് ദിക്ർ. ഏറ്റവും നല്ല വൈറ്റമിനുള്ള ഭക്ഷണമാണ് ആത്മാവിന്റെ ഭക്ഷണമാണ് ദിക്ർ. ഭക്ഷണമാണ്, അതേപോലെ സംസ്കരണവുമാണത്. ആത്മാവിനേറ്റ എല്ലാ പരിക്കുകളെയും നീക്കം ചെയ്യാനും അത് സഹായിക്കും. അതുകൊണ്ടല്ലേ ഖുർആൻ തന്നെ പറഞ്ഞത് ദിക്റുകൾ മുഖേന ഖൽബുകൾക്ക് സമാധാനം കിട്ടും. ഖൽബിന് സമാധാനം കിട്ടും പറയാൻ കാരണം ഖൽബ് ആത്മാവിന്റെ പ്രഭവ കേന്ദ്ര. അപ്പൊ ആത്മാവിനുള്ള അസ്വസ്ഥതകൾ നീങ്ങാൻ ദിക്ർ സഹായിക്കും. ദിക്ർ ആത്മാവ് വരുന്ന അസ്വസ്ഥതകളെ നീക്കം ചെയ്യാൻ, അതേപോലെ ആത്മാവിനെ സംസ്കരിക്കാനും പറ്റാവുന്ന ഏറ്റവും ഒന്നാണ് ദിക്ർ എന്ന് വിശുദ്ധ ഖുർആൻ. അതൊക്കെ ആത്മാവിന്റെ ഭക്ഷണം. എന്നാൽ നമ്മളുള്ളത് റമദാനിലാണല്ലോ, പരിശുദ്ധ റമദാൻ. ഈ പറയുന്ന അമലുകൾ പോലെ തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നുകൂടെ ആത്മാവിനെ സംസ്കരിക്കാനും ആത്മാവിന്റെ സംസ്കരണത്തിന്റെ പ്രാക്ടീസ് നൽകാനും റമദാൻ നമ്മളെ സഹായിക്കുന്നു എന്നതാ റമദാനിന്റെ പ്രത്യേകത. റമദാൻ ആത്മാവിനേറ്റ ക്ഷതങ്ങളെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, പരിക്കുകളെ, അശുദ്ധിയെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നത്. കാരണം റമദാനിലെ വ്രതം അതിന് സഹായിക്കുന്നു. റമദാൻ എന്ന പേര് തന്നെ അതിന് ഏറ്റവും വലിയ തെളിവാണ്. റമദാൻ എന്ന് പറഞ്ഞ അർത്ഥം, റമദാൻ എന്ന പദമുണ്ടായത് ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത് മിൻ റമിലസ്സായിമു എന്ന പദത്തിൽ നിന്നാണ്. റമിലസ്സായിമു എന്ന നോമ്പുകാരന്റെ അന്തരം ചൂട് പിടിച്ചു. നോമ്പുകാരന്റെ അന്തരം ചൂട് പിടിച്ചു. നമ്മൾ ഈ പകൽ മുഴുവൻ പട്ടിണി കിടക്കുന്ന സമയത്ത് നമ്മളെ ശരീരത്തിന് ചൂട് കൂടുന്നുണ്ടല്ലോ. ഉണ്ട്, സാധാരണ പറയാറുണ്ട്, നമുക്ക് മനസ്സിലാവല്. ഈ ഗർഭിണികളായ സഹോദരിമാരൊക്കെ നോമ്പ് നോറ്റിട്ട്, ഗർഭിണികളല്ല, കുട്ടികൾക്ക് മുല കൊടുക്കുന്ന സ്ത്രീകള് ഈ നോമ്പ് നോറ്റ് 2-3 വയസ്സൊക്കെ കഴിഞ്ഞ് കുട്ടികൾ മുല കുടിച്ചാൽ ഈ കുട്ടികൾക്ക് വയറിളക്കം ഉണ്ടാവാറുണ്ട്. അപ്പൊ ഡോക്ടർമാരെ കാണിച്ച പോലെ പറയും, കുട്ടിക്ക് വയറിളക്കം ഉണ്ടാകാൻ കാരണം ഈ നോമ്പ് നോറ്റത് കൊണ്ട് ശരീരത്തിന് ചൂട് കൂടി, ഊഷ്മാവ് കൂടിയത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ആന്തരാവയവങ്ങൾ ചൂട് പിടിക്കുന്നുണ്ട്. ഇപ്പോ നമ്മൾ നോമ്പ് നോൽക്കുമ്പോൾ ഉഷ്ണിക്കുന്നുണ്ട്. നമ്മൾ പറയാറുണ്ട് നോമ്പ് നോറ്റാൽ ഉഷ്ണിക്കും എന്ന്. ആ ഉഷ്ണം എവിടെ? ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ആത്മാവ് എവിടെ കിടക്കുന്നത്? ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ആത്മാവുണ്ട്. അപ്പൊ ഈ ആന്തരിക ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ചൂട് പിടിപ്പിച്ചിട്ട് ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഈ ആത്മാവ് അവിടെയൊക്കെ ഒളിഞ്ഞു കിടക്കുന്ന ഈ ആത്മാവിന് പറ്റിയിരിക്കുന്ന പരിക്കുകളെ അത് മുഖേന റെഡിയാക്കി എടുക്കുകയാണ്. അങ്ങനെയുള്ളൂ. ചില രോഗങ്ങൾക്കൊക്കെ നമ്മൾ ചെയ്യാറുള്ള റേഡിയേഷനാണ്. ക്യാൻസർ രോഗം വന്നാൽ ചെയ്യുന്ന റേഡിയേഷൻ കൊടുക്കും. റേഡിയേഷൻ എന്ന പുറത്തുനിന്ന് ലൈറ്റ് അടിച്ചിട്ട് അണുക്കളെ കരിച്ചു കളയല, കോശത്തിലുള്ള അണുക്കളെ കരിച്ചു കളയാ. അതേപോലെ ആത്മാവിനെ ബാധിച്ചിരിക്കുന്ന, ഞാൻ പറഞ്ഞ മറ്റു പലതുകൊണ്ടും പരിഹരിക്കപ്പെടാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ നോമ്പ് കൊണ്ട് പരിഹരിക്കപ്പെടും. ആത്മാവിനെ പൂർണ്ണമായി ശുദ്ധീകരിക്കാൻ സഹായിക്കും. അതാണ് റമളാൻ എന്ന പദം പോലും സൂചിപ്പിക്കുന്നത്. റമളാൻ കരിച്ചു കളയുന്നത് എന്ന, എന്താ കരിച്ചു കളയുന്നത്? എന്തൊക്കെ ദോഷങ്ങൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടോ അതെല്ലാം അത് മുഖേന വന്നിരിക്കുന്ന എല്ലാ പരിക്കുകളെയും കരിച്ചു കളയാൻ സഹായിക്കും. അങ്ങനെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ സഹായിക്കും. ഏത്? പരിശുദ്ധമായ റമളാനിലെ റമളാൻ തന്നെ. റമളാൻ നോമ്പ് മാത്രമല്ല, റമളാൻ എന്തൊക്കെ അമലുകളുണ്ട് അതൊക്കെ ഇതിന് സഹായിക്കുന്നു. എല്ലാം കൂടെ വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ റമളാൻ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം
റംലാ എന്ന പദത്തിൽ നിന്നാണ് റമദാൻ ഉണ്ടായത്. റംലാ എന്ന് പറഞ്ഞാൽ ഒരു വർഷം ആദ്യം പെയ്യുന്ന പുതുമഴക്കാ റംലാ എന്ന് പറയാം. അപ്പൊ അതിൽ നിന്നാണ് റമദാൻ. പുതുമഴയുടെ പ്രത്യേകത എന്താ? ആദ്യം മഴ പെയ്യുന്ന സമയത്ത് ഒരു വർഷക്കാലത്തെ ആദ്യത്തെ മഴ മുഖേന ഇലകളിലും വീടിന്റെ മുകളിലൊക്കെ പറ്റിപ്പിടിച്ച എല്ലാ പൊടിപടലങ്ങളും അതോടുകൂടെ നീങ്ങിപ്പോകും. അതേപോലെ റമദാന്റെ മുമ്പ് വന്നു പോയ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു തരുന്നു. പറഞ്ഞാൽ ദോഷം ആത്മാവിനെ പരിക്കേൽപ്പിക്കുന്നു, അശുദ്ധിയാക്കുന്നു നമ്മൾ പറഞ്ഞല്ലോ. ആ അശുദ്ധിയിൽ നിന്ന് ആത്മാവിനെ സംസ്കരിച്ചെടുത്താൻ നോമ്പ് സഹായിക്കുമെന്ന്. അപ്പൊ നോമ്പ് എന്താവണമെന്ന് അറിയും? ശരിക്കും അള്ളാഹു പറഞ്ഞ രീതിയിൽ തന്നെ സ്വീകാര്യമായ രീതിയിൽ തന്നെ നമ്മൾ നോൽക്കണം. അത് ഇൻഷാ അല്ലാഹ് തൊട്ടടുത്ത ദിവസങ്ങളിൽ അതിന്റെ ആ വിഷയം നമ്മുടെ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. അന്ന് ആ വിഷയങ്ങളും പറയും. മാത്രമല്ല റമദാൻ അതിനെ നമ്മളെ സഹായിക്കും. അപ്പൊ റമദാനിൽ എന്തൊക്കെ കാര്യം അള്ളാഹു ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ കൃത്യമായി നമ്മൾ ചെയ്താൽ നമ്മുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെട്ടു കൊണ്ടുവരും. അങ്ങനെ അത് പളുങ്കുപോലെ പരമപരിശുദ്ധമാവും ആത്മാവ്. അള്ളാഹു അങ്ങനെ ആത്മാവിന്റെ കൂട്ടത്തിൽ നമ്മുടെ ആത്മാക്കൾ ഉൾപ്പെടുത്തട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാ പറഞ്ഞത്, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ഒരാൾ പൂർണ്ണമായ വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും റമദാൻ മാസത്തിലെ നോമ്പനുഷ്ഠിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്തയാളെ ശുദ്ധനാക്കുമെന്ന് അല്ലാഹു. ഇവിടെ ശുദ്ധനാക്കുന്നത് പിന്നെ എല്ലാ അമലിലും ശരീരത്തിനൊരു ശുദ്ധി വരുന്നുണ്ട്. അതിന്റെക്കാൾ അതോടുകൂടെ ആത്മാവിന്, അതോടുകൂടെ തന്നെ ഏറ്റവും പ്രധാന ലക്ഷ്യം ആത്മാവാണ്. എന്നാലും ശരീരത്തിനും അതിന്റെ ശുദ്ധി കൈവരിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു വുളൂ ആത്മാവിനെ ശുദ്ധീകരിക്കും, ശരീരത്തെയും ശുദ്ധീകരിക്കുന്നുണ്ട്. ശരീരം ആത്മാവ് നിലകൊള്ളുന്ന കൂടാണ്, അതിന്റെ വീടാണ് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ വീട് വൃത്തിയാക്കാറുണ്ടല്ലോ. നമ്മളെ ശരീരം വൃത്തിയാക്കണ പോലെ വീട് വൃത്തിയാക്കാറുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും വീടിനെ കൂടുതൽ വൃത്തിയാക്കാൻ ശ്രദ്ധിക്കാറുള്ളത്. നമ്മുടെ ശരീരം നമ്മൾ വൃത്തിയാക്കാറുണ്ട്. ശരീരം ചളിയാണ് സമയത്ത് കുളിക്കും, ശരീരം വൃത്തിയാവും. അതേപോലെ ആത്മാവിന് ചളി വരുന്നുണ്ട് ദോഷം കാരണം. പക്ഷെ നമുക്ക് ആത്മാവിനെ പിടിച്ച് കഴുകാൻ കഴിയൂല. അതിനാണ് അല്ലാഹു തആല പറഞ്ഞ ഈ സംസ്കരണത്തിന്റെ മാർഗങ്ങൾ, ശുദ്ധീകരണത്തിന്റെ മാർഗങ്ങൾ നമ്മൾ സ്വീകരിച്ചാൽ നമ്മുടെ ആത്മാവ് ശുദ്ധിയാവും. ശുദ്ധിയായി കഴിഞ്ഞാൽ പിന്നെ സ്ഥിതി എന്താ അറിയുക? ആ ശുദ്ധമായ ആത്മാവ് അല്ലാഹുവിലേക്ക് ചെന്ന് ലയിച്ചു ചേരും. മാത്രമല്ല ശുദ്ധമായ ആത്മാവിന്റെ നേരെ അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായ നോട്ടമുണ്ടാകും ആ ശരീരത്തിന് നേരെ. അതല്ലേ മഹാന്മാർ പറഞ്ഞു, ലൗലാ അന്ന ശയാത്തീന യഹൂമൂന അലാ ഖുലൂബി ബനി ആദം. മനുഷ്യരുടെ ഹൃദയത്തിന് മുകളിൽ പിശാച് സഞ്ചരിക്കുന്നില്ലായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ ഹൃദയം നമ്മൾ പറഞ്ഞല്ലോ ആത്മാവിന്റെ പ്രഭവ കേന്ദ്ര. അപ്പൊ ഈ പിശാചിന് വഴിപ്പെടുന്ന ഒരവസ്ഥ മനുഷ്യനില്ലെങ്കിൽ, തെറ്റുകൾ ചെയ്യുന്ന ഒരവസ്ഥ ഇല്ലെങ്കിൽ, അതാണ് പറഞ്ഞത്. ആകാശഭൂമികളുടെ രഹസ്യം അവർ നോക്കിക്കാണാൻ അവർക്ക് കഴിയുമായിരുന്നു. പല കഴിവും വരുന്നുണ്ട്. ഖുദ്സിയായ ഹദീസിൽ റസൂൽ പറയുന്നുണ്ട്, അവൻ എന്നോട് വല്ല കാര്യം ചോദിച്ചാൽ ഞാൻ കൊടുക്കും. അവൻ എന്നോട് വല്ല കാര്യത്തിൽ നിന്നും അഭയം ചോദിച്ചാൽ ഞാൻ അഭയം കൊടുക്കുക തന്നെ ചെയ്യുമെന്ന്. നമ്മളൊക്കെ ദ്വാരുന്നിട്ട് എന്തുകൊണ്ട് ഉത്തരം കിട്ടില്ല വെച്ചാൽ നമ്മുടെ ആത്മാക്കൾക്ക് അശുദ്ധമായി കിടക്കുകയാണ്. നമ്മൾ ഇത്ര ദ്വാരക്കണം ചെയ്തിട്ട് എന്തുകൊണ്ട് അതിന്റെ ഫലം കാണുന്നില്ല? ഫലം കാണാത്തത് അശുദ്ധമായ ആത്മാവ്. ആ ആത്മാവ് വെച്ചിട്ട് കൈ ഉയർത്തിയിട്ട് പഠിച്ചോണ്ട് ചോദിച്ചാൽ അല്ലാഹു തരൂല. ശുദ്ധമായ ആത്മാവിന്റെ ഉടമകൾ എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കുന്നു അല്ലാഹു പറഞ്ഞതാണ്. അപ്പൊ ലോകത്ത് ഇപ്പൊ ഈ വലിയ മഹാമാരി, രോഗം, പ്രതിസന്ധി ഇത് നേരിട്ടുകൊണ്ടിരിക്കുന്നതിന്റെ പ്രധാന കാരണം ആളുകളുടെ അശുദ്ധമായ ആത്മാക്കൾ ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ശുദ്ധത നഷ്ടപ്പെട്ടു പോകുന്നു ശരീരത്തിനും ആത്മാവിനും. അതാണ് ഇതിന്റെ കാരണം. അശുദ്ധമായ ആത്മാക്കളുള്ള തന്നെ മനുഷ്യന്മാർ, തെറ്റ് ചെയ്യുന്ന ആളുകൾ. അതാണ് തെറ്റ് ആത്മാവിനെ അശുദ്ധിപ്പെടുത്തുന്നു. അങ്ങനെയുള്ള ആളുകൾക്കാണ് അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങുക എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഞാൻ ആദ്യ ഓതിയ ആയത്തുണ്ടല്ലോ, ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ ഖദ് അഫ്ലഹ മൻ സക്കാഹാ. ആത്മാവിനെ ശുദ്ധീകരിച്ചവൻ വിജയിച്ചിരിക്കുകയാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹാ. ആത്മാവിനെ ശുദ്ധീകരിച്ചവൻ വിജയിച്ചിരിക്കുകയാണ്. വഖദ് ഖാബ മൻ ദസ്സാഹാ. അതിനെ ചവിട്ടി മെതിച്ചവൻ അവൻ പരാജയപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ആത്മാവിനെ ചവിട്ടി മെതിക്കുക, ആത്മാവിനെ ചവിട്ടി മെതിക്കാൻ കഴിയൂല.
പിന്നെന്താണ് പറഞ്ഞേ? ആത്മാവിനെ ശുദ്ധീകരിക്കാൻ നമുക്ക് വെള്ളം സോപ്പിട്ട് ആത്മാവിനെ കഴുകാൻ കഴിയില്ല, കഴുകിയിട്ട് കാര്യമില്ല. അപ്പൊ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന എന്തൊക്കെ പ്രവർത്തനം ഇസ്ലാം പഠിപ്പിച്ചോ അതൊക്കെ കൃത്യമായി ചെയ്യുകയും ആത്മാവിനെ അശുദ്ധമാക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണോ അതാണ് സത്യത്തിൽ ഖുർആന്റെ വിധിവിലക്കുകൾ എന്ന് പറഞ്ഞാൽ ഖുർആനിലെ മുഴുവൻ കൽപ്പനകളും ആത്മാവിനെ ശുദ്ധീകരിക്കാൻ പറ്റാവുന്നതാണ്. ഖുർആനിലെ എല്ലാ നിരോധനങ്ങളും ആത്മാവിനെ അശുദ്ധമാക്കുന്നതാണ്. അതന്നെയാണ് തഖ്വ. അതാണ് നോമ്പും സംശുദ്ധയും സംസ്കരണവും തമ്മിലുള്ള ബന്ധം. അതാണ് അതന്നെയല്ല നോമ്പ്. നോമ്പ് തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാനും നിരോധനകൾ വെടിഞ്ഞു നിൽക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു കഴിവ് മനുഷ്യൻ ഉണ്ടാക്കി തീർക്കുക. അതാണ് നോമ്പ് കൊണ്ട് ലക്ഷീകരിക്കുന്നത്. അതന്നെ സത്യത്തിൽ ഈ പറഞ്ഞതിന്റെ അർത്ഥവും. അപ്പോ അള്ളാഹുവിന്റെ കൽപ്പനകൾ അക്ഷരം പ്രതി അനുസരിക്കുകയും തിന്മകൾ പൂർണ്ണമായി തെറ്റുകൾ വർജിക്കുകയും ചെയ്യുമ്പോൾ ശുദ്ധമായ ആത്മാവാവും. ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. അപ്പോൾ തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ അവരുടെ ആത്മാവിനെ ദസ്സ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ദസ്സ എന്ന് പറഞ്ഞാല് ചവിട്ടി മെതിക്കാണ്. അപ്പോ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ അയാളുടെ ആത്മാവിനെ അയാൾ ഇങ്ങനെ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നതാണ് ഖുർആൻ പറയുന്നത്. എന്നിട്ട് പിന്നെ തൊട്ടടുത്ത് ഖുർആൻ പറഞ്ഞൊരു സംഭവം ഉണ്ട്. എന്താണ് സംഭവം? അത് സമൂദ് ഗോത്രക്കാർ ചെയ്ത ഒരു ധിക്കാര. ആ ധിക്കാരം മുഖേന അവർക്ക് അല്ലാഹുവിന്റെ അദാബ് വന്നു എന്ന് പറയുന്നു. قد خاب من دساها كذبت ثمود بتقواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها كذبت ثمود. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം അവർക്ക് കൊണ്ടുവന്ന് നൽകി കൊടുത്ത ദീനിനെ അവർ കളവാക്കി. കദ്ദബത് സമൂദ് ബിത്തഖ്വാഹാ. അവരുടെ ധിക്കാരം കൊണ്ട് അവർ അതിനെ കളവാക്കി. അല്ലേ? അവരുടെ ധിക്കാരം കൊണ്ട് കളവാക്കി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ മോശമാക്കി ചിത്രീകരിക്കാനും വിശുദ്ധ ഇസ്ലാമിനെ എല്ലാ അർത്ഥത്തിലും അടിച്ചമർത്താനും ശ്രമിക്കുന്നവനോട് തന്നെയാണ് എന്ത് നിസ്കാരം, എന്ത് പ്രാകൃത നിയമമെന്ന് ചോദിച്ചവനോട് തന്നെയാണ് ഉളു എന്ത് അസാംസ്കാരിക പ്രവർത്തനം എന്ന് ചോദിച്ച അവരോട് തന്നെയാണ് കൈകൾ നല്ലതാണ് എന്ന് അള്ളാഹു പറയിച്ചറിയിച്ചു. فقال لهم رسول الله ناقة الله وسقياها. അവർ സ്വാലിഹ് നബി അലൈഹിസ്സലാം വിശ്വസിക്കണമെന്ന് പോലെ പറഞ്ഞു, നീ അള്ളാഹുവിന്റെ ദൂതനാന്ന് തെളിവ് കൊണ്ടുവരണം. അപ്പോൾ ഒട്ടകോല് പറഞ്ഞതുപോലെ ഒരു ഒട്ടകത്തെ അവർക്ക് ദൃഷ്ടാന്തമായി എത്തിച്ചു. ഒട്ടകം വന്നപ്പോൾ സ്വാലിഹ് നബി അവരോട് പറഞ്ഞു, ഈ ഒട്ടകത്തിന് കുടിക്കാൻ ഒരു ദിവസം നമ്മൾ വെള്ളം കുടിപ്പിക്കുന്ന തടാകം ഒരു ദിവസം വെള്ളം ഈ ഒട്ടകത്തിന് വിട്ടുകൊടുക്കണം. അടുത്ത ദിവസം നിങ്ങളുടെ കാര്യങ്ങൾ, പിന്നെ അടുത്ത ദിവസം ഈ ഒട്ടകത്തിന് നിങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല. അപ്പൊ ഒട്ടകത്തെ കൊല്ലരുത് എന്ന് അള്ളാഹുവിന്റെ കൽപ്പന. പക്ഷേ അവരാ ഒട്ടകത്തെ കൊന്നുകളഞ്ഞു. വളരെ കൃത്യമായി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആത്മാവിനെ അശുദ്ധിപ്പെടുത്തിയതാണ് അവർക്ക് അദാബ് വരാൻ കാരണം. الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها. ഒട്ടകത്തെ അറക്കൽ തെറ്റാണ്. അള്ളൊരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ തെറ്റാവും. ആ തെറ്റ് ചെയ്താൽ അത് ആത്മാവിനെ മോശമായി ബാധിക്കും. അപ്പോ അല്ലാഹു തആല അടിച്ച് നിലംപരിശാക്കിയന. അവർ ചെയ്ത ദോഷമായിരുന്നതിന്റെ കാരണം ലോകം കൊറോണയുടെ പുറപ്പാട് എവിടുന്ന്, അതിന്റെ ആവിർഭാവം എവിടുന്ന് എന്ന് അന്വേഷിക്കുന്ന ലോകത്തിന്റെ വിശുദ്ധ ഖുർആൻ ബിദംബിഹിം ഫസവ്വാഹാ വലാ യഖാഫു ഖുബാഹാ. അല്ലാഹുവിന്റെ അദാബിന്റെ അന്ത്യം എന്ത് എന്നവർ ഭയപ്പെട്ടില്ല.